വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി യൂസ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് തന്നൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്റെ റീസെന്റ് വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഈ ഇടയായിട്ട് എന്റെ മുടി നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാറുണ്ട്. അതായത് എന്റെ ഷവർ റുട്ടീൻ ഒക്കെ ഞാൻ ചേഞ്ച് ചെയ്തു. പുതിയ ഹെയർ മാസ്കുകൾ, പുതിയ ഷാംപൂ, കണ്ടീഷണർ ഒക്കെ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. വേറൊന്നുമല്ല, എന്റെ മുടി ട്രീറ്റഡ് ഹെയർ ആണ്. ഞാൻ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂരാണ്, അപ്പൊ ഇവിടുത്തെ വെള്ളത്തെ കുറിച്ച് നല്ല രീതിയിൽ ഹെയർ ഫോളും എനിക്കുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് കൺട്രോൾ ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്റെ ഷവർ റൂട്ടീൻ ഒന്ന് അയച്ചൊക്കെ പണിതപ്പോഴത്തേക്കും അതൊരു പരിധി വരെ സെറ്റായി വന്നിട്ടുണ്ട്. പക്ഷേ പുതിയ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ഗ്രോത്ത് സിറോ അങ്ങനെ ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 1 മന്ത് ആയിട്ട് ഞാൻ ഒരു അടിപൊളി ഹെയർ ഗ്രോത്ത് സെറം യൂസ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അതെനിക്കത് കാണിച്ചു തരണമെന്ന് തോന്നി. വേറൊന്നുമല്ല, ഇതെന്ന് പറയുന്നത് നമ്മുടെ പിൽഗ്രിമിന്റെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം ആണ്. ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. കാരണം കഴിഞ്ഞ 1 മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചില ദിവസങ്ങൾ ട്വൈസ് യൂസ് ചെയ്യും, ചില ദിവസങ്ങൾ ഒരു തവണയെങ്കിലും ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി ഞാൻ നൈറ്റ് ആണ് യൂസ് ചെയ്യാറ്. ജസ്റ്റ് അപ്ലൈ ചെയ്യും, ഒരു ചെറിയൊരു മസാജ് കൊടുക്കും, കിടന്നുറങ്ങും കേട്ടോ. എനിക്ക് നല്ല വിസിബിൾ റിസൾട്ട് തന്നൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. അയ്യോ അയ്യോ, കാരണം എന്ന് വെച്ചാൽ എന്റെ ഈ ഫ്രണ്ടിലെ ഈ ഹെയർ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഇവിടെ കുറച്ചിങ്ങനെ കേറിയിട്ടാണ് ഇരിക്കാറ്. അപ്പം അവിടെ കുട്ടി കുട്ടി ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി. ഇപ്പുറത്തെ സൈഡും സെയിം തന്നെയാണ്, ഇങ്ങനെ കുറച്ച് കേറിയിട്ടാണ് ഇരിക്കാറ്. പക്ഷെ നല്ല കുട്ടി കുട്ടി ബേബി ഹെയർസ് ഒക്കെ വന്നു തുടങ്ങി. ഈസിയാണ് യൂസ് ചെയ്യാൻ. ഒരു ഗ്രീസിനെസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ അബ്സോർവ് ആകാൻ പറ്റും. നമ്മൾ കിടക്കണേ മുമ്പ് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, കിടന്നുറങ്ങാം. പക്ഷേ പ്രോപ്പർ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ 3 months എങ്കിലും മിനിമം യൂസ് ചെയ്യണം, അതാണ് അവർ പറയുന്നത്. പക്ഷെ ഞാൻ 1 മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്റെ ആ ഒരു 1 മന്തിലെ ജേർണി ഞാൻ അവിടെ ഇവിടെയൊക്കെ അയച്ച് കാണിച്ചു തരാം. അടിപൊളിയാണ്, നിങ്ങളിത് കണ്ടു നോക്കും. പിൽഗ്രിമിൻ്റെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സെറം ആക്ച്വലി എല്ലാ ഹെയർ ടൈപ്സിനും സ്യൂട്ടബിൾ ആണ്. ഇതിൽ 3% റെഡൻസിൽ ആൻഡ് 4% അനഗൻ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ആക്ച്വലി ഫാസ്റ്റർ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് യൂസേജിൽ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ പറ്റുന്നുണ്ട്. വിത്തിൻ 28 ഡേയ്സിൽ വിസിബിൾ ഹെയർ ഗ്രോത്ത് വരുന്നുണ്ട്. ആൻഡ് വിത്തിൻ 14 ഡേയ്സിൽ തന്നെ ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഫീൽ ആകുന്നുണ്ട്. ഇതിൽ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഏകദേശം 90% വരെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൺസിസ്റ്റൻസിനെ പറ്റി പറയാനാണെങ്കിൽ നോൺ സ്റ്റിക്കി ആണ്, വാട്ടറി ടെക്സ്ചറാണ്. ഓയിലിനെസ്സോ ഗ്രീസിനെസ്സോ ഒന്നും നമ്മുടെ സ്കാൽപ്പിൽ തരില്ല. അതുകൊണ്ട് തന്നെ വൺസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഷാമ്പൂ വാഷ് ചെയ്ത് കളയേണ്ട കാര്യവുമില്ല. നമ്മുടെ നോർമൽ ഷവർ റുട്ടീൻ തന്നെ നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളതാണ്. യൂസേജ് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് 2-3 ഡ്രോപ്സ് എടുക്കുക, ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിൽ. ഇതാണ് ഇതിന്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത്. സിമ്പിൾ പാക്കേജിംഗ് ആണ്, പക്ഷെ ഉള്ളിലെ ബോട്ടില് ഗ്ലാസ് ബോട്ടിലാണ്. അപ്പൊ കുറച്ച് നമ്മൾ ടേക്ക് കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരും. എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നന്നായിട്ട് പേഴ്സണലി വർക്ക് ചെയ്തതാണ്. അടിപൊളി റിസൾട്ട് തന്ന പ്രൊഡക്റ്റ് ആണ്. ഇതെന്റെ ആക്ച്വലി സെക്കൻഡ് ബോട്ടിലാണ് സംഭവം. ഫസ്റ്റ് ബോട്ടിൽ കാര്യമായി. അപ്പം എന്തായാലും നല്ലൊരു ഹെയർ ഗ്രോത്ത് സിറം ആരെങ്കിലും നോക്കി നടക്കുവാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല റിസൾട്ട് തരും. അപ്പം എന്തായാലും ഈ പ്രൊഡക്റ്റിന്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണമെന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത് അത്രയേ ഉള്ളൂ. ടാറ്റാ.